ഈ കോലത്തിൽ ഇറ്റങ്ങൾ വളർത്തിനില്ലാതെ നല്ല എന്താണ് ഐറ്റങ്ങൾ പട്ടിണി കടന്ന് ജീവിക്കാൻ നല്ലത്. കാരണം സമൂഹത്തിന് മുന്നിൽ കൊടുന്ന് അവരെ മുന്നിൽ വിട്ട് പറയാണ് ഇവരെത്തീമാണ് ഇവരെത്തീമാണ് ഇവരെത്തീമാണ്. എടോ ഇവരെത്തീമാണെന്ന് പറയാനല്ല നീ അത് ഏറ്റെടുക്കേണ്ടത്. ഇവരെത്തീമാണെന്ന് പറയാനാണെങ്കിൽ നീ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഏത് ഹാമിദാണെങ്കിലും ശരി, ഏത് ആറ്റക്കോയാണെങ്കിലും ശരി, നീ നാട്ടുകാർ പറയുന്ന പോലെ ആ പറയുന്ന ആ കോയാണെങ്കിലും ശരി, ഞാൻ പറയുന്നില്ല പേര്. ഇവരെ ഏറ്റെടുത്തിട്ട് അവരെ മുന്നിൽ വെച്ചിട്ട് അവരെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് നീ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? പ്രിയമുള്ള സഹോദരങ്ങളെ, നൂറെ ഹബീബ് എന്ന് പറയുന്ന ഒരു പദ്ധതി ആറ്റക്കോയ എന്ന് പറയുന്ന ആള് സ്വയം തങ്ങളാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തു കൂട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിൽ പരസ്യമായിട്ട് അല്ലെങ്കിൽ അതിന്റെ മുൻനിർത്തി അതിലെ മുൻപന്തിയിലേക്ക് ഒരു കാര്യം നിർത്തിക്കൊണ്ട് ആളുകളെ വഞ്ചിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു പ്രൊജക്ട് എന്തുകൊണ്ട് ഇത്രയും വിമർശനം വന്നിട്ടും നിലനിൽക്കുന്നു എന്ന്, അതിന്റെ രഹസ്യം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു ഉത്തരം നമുക്കൊന്ന് കേൾക്കാം. അതൊരു നന്മയായിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും അദ്ദേഹം ചെയ്യാൻ പാടില്ല, അത് പുറത്ത് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും കേട്ട് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാവരും വിഷമം അല്ലാഹു മാറ്റി കൊടുക്കട്ടെ. എല്ലാവരും ചോദിക്കുന്ന ചോദ്യത്തിലുള്ള മറുപടിയാണ് കേട്ടോ. ഒരൊറ്റ ചോദ്യം എല്ലാവരും ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണ് 4 കൊല്ലമായി നൂറെ ഹബീബിനെ ഇത്രയേറെ വേട്ടയാടിയിട്ടും ഒരു പോറൽ പോലും ഏൽക്കാതെ പത്തര മാറ്റോടെ എന്തുകൊണ്ടാണ്? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണ്. എന്തുകൊണ്ടാണ് നൂറെ ഹബീബ് പത്തര മാറ്റോടുകൂടി 4 വർഷമായിട്ട് പല വിമർശനങ്ങൾ വന്നിട്ടും നിലനിൽക്കുന്നത് എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിക്കുന്നതാണ്. പറയൂ തങ്ങളെ. പത്തര മാറ്റോടെ എന്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്? അതെ, എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ആര് ചോദിക്കണം? എന്തിനാണ് ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യം? ഇവിടെ വിമർശനങ്ങൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും പ്രൊജക്ട് നിലനിൽക്കാതെ ഉണ്ടോ? വിമർശനങ്ങൾ ഉണ്ടാവുന്ന പ്രൊജക്ടുകളാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത്, വികസിച്ചു പോകാറുള്ളത്. എല്ലാവർക്കും അറിയണ കാര്യമാണ്. പിന്നെ വെറുതെ മൂപ്പരെന്നെ പറയാം, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, എല്ലാവർക്കും കൂടിയുള്ള ഉത്തരമാണ്. ആർക്കാണ് ഇതൊക്കെ അറിയേണ്ടത്? ഇവിടെ ബലാലിന് എന്തുണ്ട്, ബർക്കത്ത് ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം. അത് മൂപ്പര് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല. പറയട്ടെ. അങ്ങനെ എത്ര വേട്ടയാടിയിട്ട് എന്താ? തങ്ങളിപ്പാപ്പാക്ക് ആരാ തങ്ങളിപ്പാപ്പ? ഞാൻ തന്നെ. അളിയൻ നല്ല പാട്ടുകാരനാണല്ലേ? ഉമ്മ അളിയാക്ക നല്ല പാട്ടുകാരനാണ്. ആരാ പറഞ്ഞു കിട്ടിയേ? അളിയാക്കന്നെ. പറയോ അളിയാക്ക? അതൊക്കെ ഒരു ഉത്തരമുള്ളത് അപ്പോഴും അള്ളാന്റെ റസൂലിനെ കൊടുന്ന് വെക്കാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞൊരു വാക്ക് മാത്രമാണ്. കണ്ടോ യത്തീമക്കൾ അവർ മാർക്കറ്റ് ചെയ്യണത്. അദ്ദേഹം അവരെ പരിപാലിക്കുന്നുണ്ടെങ്കിൽ സ്വകാര്യമായിട്ട് അതെന്ത് ചെയ്യാൻ പറ്റും? അവരെ പബ്ലിക്കിന്റെ മുന്നിൽ കൊടുന്ന് ഇടാതെ, ഒരു വീഡിയോക്ക് മുന്നിൽ കൊടുന്ന് വെക്കാതെ, അവരെ മുന്നിൽ നിന്നത് ഉളുപ്പില്ലാതെ പറയാതെ, ഒരു ഉളുപ്പില്ലാതെ ആ പിഞ്ചു മക്കളെ മുന്നിൽ നിന്ന് പറയാണ് ഈ യത്തീം മക്കളെ. പിന്നെ എന്തിനാണ് ഈ ചെങ്ങായിറ്റങ്ങളെ പോറ്റുന്നത്? ഒരു ഉളുപ്പില്ലല്ലോ ഈ ചെങ്ങായിക്ക്. ഈ പിഞ്ചു മക്കളെ മുന്നിൽ നിന്ന് ഇറ്റങ്ങൾ എത്തീമാണ്, ഇറ്റങ്ങളെ ഞാൻ പോറ്റിയാണ് എന്ന് പറയാനാണെങ്കിൽ എന്നിട്ട് പറയാം, എനിക്ക് തങ്ങൾ പാപ്പാക്ക് എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ 50 ചില്ലാനം മക്കൾ ഉണ്ടാവും എന്ന് പറയും. ഒരു ലജ്ജില്ലല്ലോ ചങ്ങായി എനിക്ക്. പറയാം, ഇവരാണ് എന്റെ രക്ഷ. കേട്ടോ, ഇവരാണ് എന്റെ രക്ഷ. ഇവരെ പോറ്റണ ഇവന്റെ വീട്ടിൽ നിന്ന് പൈസ എടുത്തിട്ടൊന്നല്ല. ഇവൻ ഈ ഉണ്ടാക്കിയ സമ്പാദ്യം അടക്കം ഇവിടുത്തെ പാവങ്ങളായ പ്രവാസികളും ബിസിനസ് ആയിട്ട് നടക്കുന്ന ആളുകളും ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിൽ നിന്നും പല സ്ത്രീകളും ഈ സ്ത്രീകളെ അങ്ങോട്ട് വലയിലാക്കിയിട്ട് പല വാട്സപ്പ് ഗ്രൂപ്പുകളും തുടങ്ങിയിട്ട് അവരെ അഡ്മിനാക്കിയിട്ട് ആ അഡ്മിന്മാർക്ക് കമ്മീഷൻ കൊടുത്തിട്ട് എന്തൊക്കെ കാട്ടിയിട്ടാണോ ഒരു ബിസിനസ് സാമ്രാജ്യം പടുത്തുയർത്താൻ പറ്റുക, ആ രീതിയിലാണ് മൂപ്പര് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഇവിടുത്തെ പ്രവാസികളും അവരുടെ മറ്റുള്ള ആളുകളും ഉണ്ടാക്കുന്ന പൈസ പിരിച്ചിട്ട് അതിന്നാണ് കൊടുക്കുന്നത്. ഇയാൾ അടിമുടി വളർന്നിട്ടുണ്ടെങ്കിലും ഇയാൾ എന്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഒരു നൂല് ഇയാൾ വാങ്ങിയിട്ടുണ്ടെങ്കിലും അയാളെ രക്തത്തിന്നോ അല്ലെങ്കിൽ അയാളെ വിയർപ്പൊന്നും ആയിരിക്കൂല. ഈ കോലത്തില് തൊള്ളട്ടിട്ട് കളവും പറഞ്ഞിട്ട് വെറുതെ മാഷാ അല്ലാഹ് തബാറക അല്ലാഹ് മാത്രം പറഞ്ഞുണ്ടാക്കുന്ന 2 വാക്കുമ്മേ. പറയൂ. ഇവരാണ് എന്റെ രക്ഷ. ഈ മക്കളെ ദ്വായാണ് എന്റെ ഏറ്റവും വലിയ ആയുധം. ഞാൻ ഏറ്റെടുത്ത 50 ചില്ല മക്കളാണ് എല്ലാ മാസവും. കേട്ടോ, മൂപ്പര് ഏറ്റെടുത്ത 50 ചില്ലാനം മക്കളാണ്. ഈ കാണുന്നൊക്കെ എന്റെ മക്കളാണ്. നമ്മൾ ആരെങ്കിലും നമ്മളെ മക്കളെ മുന്നിൽ വെച്ചിട്ട് നിങ്ങളൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അതിനുള്ള പൈസ അതുകൊണ്ടാണ് ഈ പരിപാടി നിലനിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ദുന്യാവിന്റെ മുകളിൽ ഇങ്ങനെ വീഡിയോ ഇട്ടിട്ടുണ്ടോ? നമ്മളെ സ്വന്തം മക്കളെ വെച്ചിട്ട്, സ്വന്തം മക്കളാണെന്നാണ് പറഞ്ഞത്, സ്വന്തം മക്കളാണ് പറഞ്ഞാലും ഇല്ലെങ്കിലും ഒരു യത്തീം മക്കളെ മുന്നിൽ വെച്ചിട്ട് അവരെങ്ങനെ ചെയ്തു കഴിഞ്ഞാല് അതിനോളം പാപം വേറൊന്നുമില്ല. ഈ ചങ്ങായിക്ക് ഇത് പോറ്റിനില്ലാതെ നല്ല എന്താ പറയാ, പോറ്റാതിരിക്കണത്. ഇവൻ തിന്നാൻ കൊടുത്ത് ഭക്ഷണാക്കാണ്. ഇവൻ പോറ്റുന്നതിൽ ഉത്തമം ഇവരെ പോറ്റാതിരിക്കുന്ന, പോറ്റിയിട്ട് ഫിത്തന ഉണ്ടാക്കുക. ഇദ്ദേഹം നരകത്തിലേക്ക് പോകാനുള്ള ഒരു മാർഗമാണിത്. കാരണം യത്തീം മക്കളെ പോറ്റുന്നവരെ അത് ആരോടും പറയാൻ വേണ്ടിയിട്ട് പോറ്റരുത്.
അവർക്ക് ഉപ്പല്ല എന്നുള്ളത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ടും ആ ഉപ്പല്ലാത്ത വിഷമം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടും അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇല്ലാക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ട്. എന്നിട്ട് സമൂഹത്തിന്റെ മുന്നിൽ കൊടുത്ത് നിർത്തിയിട്ട് മാസ്ക് ഇട്ട് നിർത്തിയാലും എങ്ങനെ നിർത്തിയാലും അവരെ മുന്നിൽ നിർത്തിയില്ലേ, അവരെ മുന്നിൽ നിന്ന് സംസാരിച്ചില്ല നിങ്ങള്, അത് മതിയില്ലേ? പിന്നെ എന്തിനാ നിങ്ങൾ പോറ്റുന്നത്? ഇവരെ വസ്ത്രം, ഇവരെ ഭക്ഷണം, ഇവർക്കുള്ള ചെലവുകൾ, എല്ലാ കാര്യങ്ങളും ഇൻഷാ അല്ലാഹ് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളാണ് ഇവരെ മുന്നിൽ നിർത്തിയിട്ട് പറയാം, ഇവരെ വസ്ത്രം ഇവരെ ഭക്ഷണം ഒക്കെ ഞാൻ കൊടുക്കാണ്. ഈ കുട്ടികളൊക്കെ വലുതായിട്ട് ഈ വീഡിയോ കാണുകയാണെങ്കിൽ അതിനുള്ള പൈസ ചിലപ്പോ കൊണ്ടുപോയി കൊടുക്കും. വല്ല അത്യാവശ്യം പിന്നെ വിവരം വിദ്യാഭ്യാസമൊക്കെ വെച്ചിട്ട് വല്ല സമ്പാദ്യം ഉണ്ടായി കഴിഞ്ഞാൽ കൊടുക്കുറ്റങ്ങള്. കാരണം എന്താ പറയുക, ഇവരെ മാർക്കറ്റ് ചെയ്തിട്ട് ജീവിക്കുക. പറയൂ. ചെറിയ പൈത മക്കളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വാപ്പയില്ലാത്ത വിഷമം അറിയിക്കാതെ അവരെ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടെ ഇൻഷാ അല്ലാഹ്. യത്തീം മക്കളെ നോക്കുന്നതിന്റെ പ്രതിഫലം ദുനിയാവിലും ആഖിറത്തിലും നൂറെ ഹബീബ് ഒരുപാട് മുത്തുമണികളുണ്ട്, ഒരുപാട് അടിമന്മാരുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവരുടെ സഹായം കൊണ്ടാണ് ഈ മക്കളെ നമ്മൾ നോക്കുന്നത്. ഈ മക്കളെ നോക്കുന്നതിന്റെ പ്രതിഫലമാണ് നൂറെ ഹബീബിന്റെ വിജയം. ഇത് മാത്രമാണ് നൂറെ ഹബീബിന്റെ കരുത്ത്. ഈ മക്കള് ഒരു ആമീൻ പറഞ്ഞാൽ അതാണ് എന്റെ ഏറ്റവും വലിയ രക്ഷ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് കാലം യത്തീം മക്കളെ നോക്കാനുള്ള സമ്പത്ത് അല്ലാഹു ഞങ്ങളെ കയ്യിൽ കണ്ട ഈ മക്കള് ഒരാമീൻ പറഞ്ഞാല് അതാണ് മൂപ്പരെ കരുത്ത്. എന്താണ്, പല ആളുകൾ എത്തിമക്കളെ പരിചരിക്കുന്ന പോറ്റുന്ന പല ആളുകളെയും നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. നമ്മുടെ ചുറ്റുപാട് എത്രയോ ആളുകൾ എത്തിമക്കളെ പോറ്റുന്നുണ്ട്, പണം കൊടുത്ത് സഹായിക്കുന്നുണ്ട്, അവരെല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ചെയ്തു പോകുന്ന ആളുകളുണ്ട് നമ്മുടെ നാട്ടില്. ഇവരൊക്കെ ഒരു വീഡിയോന്റെ പുറത്തോ അല്ലെങ്കിൽ റോഡിൽ ഇറക്കിയിട്ടോ അവരെ ഞാൻ നോക്കുന്നുണ്ടെന്ന് പറഞ്ഞാല് പിന്നെ ആ നോക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ഈ ഹാമിദ് ഇനി ഓന്റെ ബാക്കിയുള്ളവരെല്ലാരും കൂടി പോറ്റിയിട്ടും കാര്യമില്ല. കാരണം ഒരു യത്തീമിനെ പോറ്റുമ്പോ അതിന്റെ ഒരു നീയത്ത് വേണം. ഈ ചങ്ങായിന്റെ നീയത്ത് എന്താന്നുള്ളത് ഈ വീഡിയോ മനസ്സിലാക്കാൻ പറ്റും. ഇവരെ മാസ്ക് ഇട്ടിട്ടാണെങ്കിലും മാസ്ക് ഇടാതെങ്കിലും പബ്ലിക്കിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിരുത്തി ഞാൻ അവരോട് തന്നെ പറയാണ്, ഞാൻ നിങ്ങളെ പോറ്റുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് വെറുതെ? നിങ്ങൾ എത്തീം മക്കളാണ്, നിങ്ങളെ ഞാൻ പോറ്റുന്നുണ്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി പണിയെടുക്കണം എന്ന് പറഞ്ഞാല് കഴിഞ്ഞില്ലേ? അതുപോലെ തന്നെ ഉള്ളതും അവരെ മുന്നിൽ ഒരു പബ്ലിക്കിന്റെ മുന്നിൽ ഒരു വീഡിയോക്ക് മുന്നിൽ കൊണ്ടുവന്നിട്ട് എല്ലാരും ഒന്നും കാണുന്നില്ല. എങ്ങനെയാണെങ്കിലും അവരെ കണ്ടോ ഇല്ല എന്നുള്ളതല്ല, അവരെ മുന്നിൽ വെച്ചിട്ട് ഇവരെത്തീം മക്കളാണ്, ഇവർക്ക് വാപ്പല്ലാത്തതാണ്, പിഞ്ചു പൈതങ്ങളാണ്, ഇവരെത്തീമാണ് വീണ്ടും വീണ്ടും പറയാം. എന്നിട്ട് അവരെ കാര്യങ്ങൾ ഞാനാണ് നോക്കുന്നത്, അവരെ കാര്യങ്ങളെല്ലാം ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്, അവർക്ക് ഞാൻ വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നുണ്ട്, ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരെ മുന്നിൽ വെച്ചിട്ട് ആ പിഞ്ചു മക്കളെ അവഹേളിക്കുക. ഒരുമാതിരി ചെറ്റത്തരം എന്ന് ഇതിന് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അള്ളാഹു ഈ മക്കളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ അള്ളാഹു ഉയർത്തട്ടെ. അപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് കുറെ വീഡിയോകൾ ഉണ്ടാവും പൈസ അയച്ചു കൊടുക്കാനേ. ഈ മക്കളെ പോറ്റാൻ എത്ര ചെലവുള്ളത്? പക്ഷെ ഇവരെ വെച്ചിട്ട് എന്ത് ചെയ്യും? മാസം 2-3 ലക്ഷം റുപ്യ എക്സ്ട്രാ വാങ്ങിയിട്ട് വല്ല ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അത്ര തന്നെ ഉള്ളൂ. എന്താണ് 10-50 മക്കളെ പോറ്റാൻ എന്താ ചെലവ് വരിക എന്ന് വെച്ചാൽ അതിന്റെ ഡബിൾ വാങ്ങാനാണ്. ഇതിപ്പോ കണക്കാരെങ്കിലും ചോദിക്കുവോ? തങ്ങളിപ്പോ പറഞ്ഞിട്ട് അങ്ങോട്ട് കാലുമൊക്കെ മറിയാന്നല്ലാതെ ആരവിടെ ചോദിക്കാം? മുണ്ടല്ലി ആരെങ്കിലും പോയി ചോദിക്കോ ഇതിന്റെ കണക്ക് എന്താണ്, ഞങ്ങളെ പോറ്റാൻ എന്താ ചെലവ് വന്നത്, ഞങ്ങളെല്ലാരും തന്നത് അവിടെയൊന്നും ചോദിക്കൂലല്ലോ. ഇയാൾ അവിടെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് പല സ്ഥലങ്ങളൊക്കെ വാങ്ങി ഇയാൾ കോടീശ്വരനായി ഇങ്ങനെ നടക്കുക. ഒരു 4-5 വർഷം മുമ്പ് ഇയാൾ എന്തേലും എന്നുള്ളത് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയില്ലേ? അതിന് മുമ്പ് ഇയാളെ തങ്ങളും തൊപ്പിയൊക്കെ എവിടെ പോയത്? വേണ്ട, 10 വർഷം മുമ്പ് ഇയാളെ തൊപ്പിയും ഇയാളെ ആ കറുത്ത തൊപ്പിയും ഇയാളെ തങ്ങൾ പദവിയും എവിടെ ഉണ്ടായിരുന്നത്? എവിടുന്നാണ് ഇപ്പൊ പിടിച്ചിട്ട് തങ്ങൾ പദവി വന്നത്? എന്നിട്ട് സ്വയം തങ്ങളാണെന്ന് വാദിച്ചിട്ട് ഇതിന്റെ പുറകെ പോവാൻ ഈ നാട്ടിലെ കുറെ ആളുകൾ, കുറെ താലികെട്ട് കെട്ടിയ മൂല്യന്മാരും. സമ്പത്ത് അള്ളാഹു ഞങ്ങളെ കയ്യിൽ തരട്ടെ. അതുപോലെ തന്നെ അള്ളാഹു ഈ മക്കളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ അള്ളാഹു ഉയർത്തട്ടെ. സലാത്തുൽ ഫാത്തിഹ ഒരുപാട് മക്കളുണ്ട്, വലിയ പെൺകുട്ടികളൊക്കെ ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മക്കളെ നോക്കുന്നതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ അള്ളാഹു ഈ ഒരുപാട് മക്കളുണ്ട്, വലിയ പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഈ കോലത്തിൽ ഇറ്റങ്ങളെ വളർത്തിനില്ലാതെ നല്ല എന്താണ് ഐറ്റങ്ങൾ പട്ടിണി കടന്ന് ജീവിക്കാൻ നല്ലത്. കാരണം സമൂഹത്തിന്റെ മുന്നിൽ കൊടുന്ന് അവരെ മുന്നിൽ വിട്ട് പറയാണ് ഇവരെത്തീമാണ്. എടോ, ഇവരെത്തീമാണെന്ന് പറയാനല്ല നീ അത് ഏറ്റെടുക്കേണ്ടത്. ഇവരെത്തീമാണെന്ന് പറയാനാണെങ്കിൽ നീ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഏത് ഹാമിദാണെങ്കിലും ശരി, ഏത് ആറ്റക്കോയാണെങ്കിലും ശരി, നീ നാട്ടുകാർ പറയണ പോലെ ആ പറയുന്ന ആ കോയാണെങ്കിലും ശരി, ഞാൻ പറയുന്നില്ല പേര്. ഇവരെ ഏറ്റെടുത്തിട്ട് അവരെ മുന്നിൽ വെച്ചിട്ട് അവരെ അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ട് നീ എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? സമൂഹം തിരിച്ചറിഞ്ഞാൽ ഇതിനൊക്കെ പൈസ അയച്ചു കൊടുക്കുന്ന ആളുകൾ ഏറ്റവും നല്ല എന്താ അറിയോ? അതിലൊരാള് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് ഈ ഉളുപ്പില്ലാത്തവരുടെ അടുത്ത് വാങ്ങി കൊടുത്തിട്ട് ഇപ്പൊ നീ ഏറ്റെടുക്കുമെന്ന് ചോദിക്കാൻ ആരും നിൽക്കണ്ട. കാരണം എന്താ പറയുക, ഞാൻ ഏറ്റെടുക്കും 1-2 എണ്ണത്തിന് ഞാൻ ഏറ്റെടുത്തോളാം, ഞാൻ റെഡിയാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ നിന്നോട്ടെ, അറ്റുങ്ങൾ ഞാൻ പോറ്റിക്കോളാം. ഇതിലാറെ നല്ലതാണ്. ഈ നാണം മാനം ഇല്ലാത്തവനെ മുന്നിൽ കൊണ്ടുപോയിട്ട് അവരെ വഷളാക്കണില്ലാറെ നല്ലതാണ്. ഈ പൈസ കൊടുക്കുന്നവർ ഇത്ര ചിന്തിച്ചാ പോരെ? ഒരാളെന്നിട്ട് ഞാൻ ഏറ്റെടുത്തോളാം, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് പോറ്റിക്കൂടെ?
അവനാന്റെ കുട്ടികളെ കൂടെ പോറ്റിയ പോരെ. എന്ത് ഇവന് പൈസ അയച്ചു കൊടുത്തിട്ട് ഇവൻ അത് തെണ്ണീപ്പ് കാട്ടി അതുകൊണ്ട് പിന്നെ പുട്ടടിച്ച് തിന്നിട്ട് എന്നിട്ട് അറ്റങ്ങളെ മാർക്കറ്റ് ചെയ്യാം. കൊഴുപ്പില്ലാത്തൊരു ജാതി. കൂടുതലൊന്നും പറയാനൊന്നുമില്ല. സമൂഹം മനസ്സിലാക്കിയ സമൂഹത്തിന് നന്ന്.